ഇലക്ഷൻ ദിവസം വീണ്ടും ഇ.പി. ജയരാജൻ. സംഗതി നല്ല കോമഡിയാണ്. കഴിഞ്ഞ തവണ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനായിരുന്നു ഇ.പിയുടെ അരങ്ങേറ്റമെങ്കിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ്. ഉറപ്പായും ഇ.പി പറയുന്നുണ്ട് ഇത് ബോധപൂർവം ആരോ കെട്ടിച്ചമച്ചതോ തന്നെ കുരുക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്നൊക്കെ. അത് പറയുമ്പോഴും DC ബുക്സാണ് മറുവശത്തുള്ളത്. 50ലേറെ വർഷങ്ങളായി പുസ്തക പ്രകാശനത്തിൽ രംഗത്ത് നിൽക്കുന്ന അവർ ഈ പറയുന്നത് പോലെ ഒരു തലക്കെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കവർ പേജൊക്കെയും ആവശ്യമില്ലാതെ എടുത്തിടുമോ എന്നുള്ളതാണ് ചോദ്യം. എത്ര നാൾ ഇത് സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് അതിനേക്കാൾ സങ്കടകരമായ കാര്യവും. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ദിവസം രാവിലെ ബ്രേക്കിംഗ് ന്യൂസായി സാധാരണ വരുന്നത് വോട്ടിംഗ് നില അല്ലെങ്കിൽ അവിടുത്തെ വോട്ട് നില, അവിടെ ക്യൂ കുറവ്, ക്യൂ കൂടുതൽ, മഴ, പോളിംഗ് ബൂത്തിൽ പോളിംഗ് ഉപകരണങ്ങൾക്കുള്ള തടസ്സങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ അന്ന് ബ്രേക്ക് ചെയ്തത് ഇ.പിയുടെ പ്രസ്താവനയായിരുന്നു. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതുമായി ബന്ധപ്പെട്ട സംഗതി ഇ.പി പത്രക്കാരോട് പ്രതികരിച്ചതാണ്. അന്നത്തെ ദിവസം മുഴുവൻ ഇ.പി കൊണ്ടുപോയി. അത് ചില്ലറ പ്രതിസന്ധിയല്ല ഉണ്ടാക്കിയത്. ഇലക്ഷൻ ദിവസം തന്നെ വളരെ പരിണിതപ്രജ്ഞനായ ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ പറയുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇ.പിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മൾ അനിക്സ്പ്രയുടെ പരസ്യത്തിൽ പറയുന്നത് പോലെ പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാൻ. എന്നാൽ ഇ.പി ആയതുകൊണ്ട് അരിമിച്ച് പുന്നാരിച്ച് ചില അമ്മമാർ കുഞ്ഞുങ്ങളെ തൊട്ടിയിൽ നിന്നെടുത്ത് ചക്കരേ പൊന്നേ വാവേ എന്ന് പറഞ്ഞ് കട്ടിലേക്ക് കിടത്തുന്നത് പോലെ ഈ പറയുന്ന ഇ.പി ജയരാജൻ സാറിനെ ഇടതുപക്ഷ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമേ ചെയ്തുള്ളൂ. മറ്റൊരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടാക്കിയില്ല. തെക്കൻ കേരളത്തിലോ മധ്യ കേരളത്തിലോ ഒക്കെ ഉള്ളവരായിരുന്നെങ്കിൽ കത്തിച്ച് നശിപ്പിച്ച് നാറാണക്കല്ലായി തേച്ച് ഭിത്തിക്കൊട്ടിച്ചേനെ. ഇപ്പോഴേ അടുത്ത ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇ.പിയുടെ ആത്മകഥ ബ്രേക്കടിച്ചു. ചെറിയ ബ്രേക്കല്ല, കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചാനലുകളും. അതിൽ പറയുന്നത് ഗവൺമെൻറ് കൊള്ളില്ലെന്നും പാർട്ടി ശരിയായില്ലെന്നും പാലക്കാട് സ്ഥാനാർത്ഥി അവസരവാദിയാണെന്നും ഒക്കെയാണ്. അത് വാർത്തയായി പേജായി 24-ലാണത്രേ ആദ്യം പുറത്തു വന്നത്. ഇ.പി ആണയിട്ട് പറയുന്നുണ്ട് അത് എൻ്റേതല്ല, അത് ഞാനല്ല. നമ്മുടെ സലീം കുമാർ ഏതോ സിനിമയിൽ പറയുന്നത് പോലെ യഥാർത്ഥ ഞാൻ വേറെ ഏതോ വീട്ടിൽ ആരുടെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ മകനായി വെളുത്ത ഞാനായിരുന്നു. ഇതിപ്പോൾ അവിടുത്തെ കറുത്ത ഞാനാണ് ഈ ഇരിക്കുന്നത്. വെളുത്ത എന്നെ അവരങ്ങ് കൊണ്ടുപോയി, അതുകൊണ്ട് ഞാൻ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് വെള്ളമടിക്കുന്നത് പോലെ ഇ.പി കിടന്ന് ആണയിട്ട് പറയുന്നുണ്ട്. പക്ഷേ സംഗതി എത്രത്തോളം അത് വാസ്തവമാണെന്നുള്ളത് ഇനിയുള്ള മണിക്കൂറുകളിലാണ് തെളിയേണ്ടത്. കാരണം മറുവശത്തുള്ളത് DC ബുക്സാണ്. ഇ.പി പറയുന്നത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ തലക്കെട്ട് പോലും തീരുമാനിച്ചില്ല, പുസ്തകത്തിൻ്റെ പേര് തീരുമാനിച്ചില്ല എന്നൊക്കെയാണ്. പിന്നെ എങ്ങനെയാണ് കവർ പേജ് അടക്കമുള്ളത് പുറത്തു വരുന്നതെന്നുള്ളത് മറുചോദ്യം. എന്തായാലും നമ്മൾ ചില ആളുകളെക്കുറിച്ച് ശവനം മുടക്കി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ ഇലക്ഷനും ഇത് ഇ.പിയുടെ ഒരു ഇലക്ഷൻ കൂടിയായി മാറുന്നു എന്നതാണ് ഒരു പ്രത്യേകത.